ഹലോ ചങ്ങായിമാരെ, നമ്മളിത് ഇന്ന് മത്തി കൊണ്ട് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് നല്ല കിടിലാച്ചിയ ഒരു മീൻകറി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി എടുത്തിട്ടുണ്ട്. ചെറിയ മത്തിയാണ്, വലിയ മത്തിയൊന്നുമല്ല, ചെറിയ മത്തിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഒരു മാങ്ങ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് വേണ്ടത് കുറച്ച് പച്ചമുളക്, കറിവേപ്പില. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീരയും ഒരല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. പിന്നെ ഒരു 3-4 ചെറിയുള്ളി കൂടിയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ആ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ്, അതായത് ആ തേങ്ങാപ്പീരയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തത് അത് നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അത് മിക്സ് ചെയ്യാം. പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി എടുക്കാം. ആ മത്തി എടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ചെറിയ മത്തിയായിരുന്നു കിട്ടിയത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ മത്തി ചെയ്യുന്നത്. ചെറിയ മത്തിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ പീര വറ്റിക്കുമ്പോഴാണ്. ഇനി നമുക്ക് ചെറിയ മത്തി കിട്ടുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പീര വറ്റിക്കുന്ന ആ ഒരു വീഡിയോ ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മീനെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ എപ്പോഴും നമ്മൾ കറി വെക്കുമ്പോഴത്തേക്കും മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എപ്പോഴും ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ മീനൊക്കെ നന്നായിട്ട് വേവുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഒരിക്കലും മീൻ വെന്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല തിളയൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും സ്പൂൺ ഉപയോഗിക്കാണ്ടിരിക്കുക, ചിലപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ തുണിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി മീൻ പകുതി വേവായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാറാണെങ്കിലും കുറച്ചുകൂടെ വറ്റാനുണ്ട്, അപ്പോഴേ നമുക്ക് കറി ഒന്ന് കുറുകി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തുറന്ന് വെച്ചുകൊണ്ട് വേവിക്കാം. ഇത്രയുള്ള നമ്മുടെ എണ്ണയൊക്കെ മുകളിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ കറി കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വറപൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി അടപ്പത്ത് വയ്ക്കാം. ആ ചട്ടി നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ ചെയ്യുക, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം ചടപടേന്ന് പറഞ്ഞ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. നമ്മൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഏകദേശം ഈ ഒരു കളറാവുന്ന വരെ നമുക്ക് ഇളക്കാം. നമ്മുടെ കറി ഇവിടെ ഇരുന്ന് കുറുകിയിട്ടുണ്ട് നല്ലവണ്ണം. നമ്മളിപ്പോൾ വറപൊട്ടിച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ വറപൊട്ടിച്ചിട്ട് നമ്മുടെ കറികളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ എന്ന് പറഞ്ഞുള്ള സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. ഇത് സത്യമാണോ അതോ അല്ലെങ്കിൽ അതൊരു ചുമ്മാ പറയുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്രേ ഉള്ളൂ, നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.